നമ്മളൊക്കെ സഭ സഭ എന്ന് പറഞ്ഞ് നിൽക്കുന്നത് നമുക്ക് കിട്ടിയിരിക്കുന്ന ഒരു ബോധ്യമുണ്ട്. സഭയാണ്, സഭ വഴിയാണ് നമ്മുടെ രക്ഷ എന്നുള്ളൊരു ബോധ്യമുണ്ട്. അതിൽ മെത്രാന്മാർക്ക് നമ്മളൊരു പ്രാധാന്യം കൊടുക്കുന്നുണ്ട്. പക്ഷേ നമ്മൾ മനസ്സിലാക്കേണ്ട വലിയൊരു പ്രശ്നം, അടുത്ത തലമുറ, ഇപ്പോഴത്തെ കുട്ടികളും ഇപ്പോഴത്തെ യുവാക്കളും ഇപ്പോൾ ഒരു 30 വയസ്സിൽ താഴെയുള്ള വിവാഹം കഴിഞ്ഞവരാണെങ്കിലും അവർ സാവധാനം ഈ മെത്രാന്മാരെന്ന് പറഞ്ഞാൽ ഇങ്ങനെയാണ്, മെത്രാന്മാരെന്ന് പറയുന്നത് അൽമായരേക്കാൾ മോശമാണ്, അൽമായർ എത്രയോ ഭേദമാണ്, വൈദികരെന്ന് പറയുന്നത് അൽമായരേക്കാൾ എത്രയോ മോശമാണ്, അൽമായർ എത്രയോ ഭേദമാണ് എന്നൊരു ചിന്തയിലേക്ക് ഈ ഒരു വിഭാഗം വരും. 30 വയസ്സിൽ താഴെയുള്ള കുട്ടികളും ചെറുപ്പക്കാരും യുവാക്കളും. അത് സാവധാനം അവരെ സഭയിൽ നിന്ന് പുറത്തേക്ക് കൊണ്ടുപോകും. ഇതൊന്നും നടക്കില്ല എന്നും നമ്മൾ വിചാരിച്ചിട്ട് കാര്യമില്ല. ഇതൊക്കെ സാധ്യതയുള്ള കാര്യങ്ങളാണ്. അത് ഈ മെത്രാന്മാരെ ഇത് പറഞ്ഞ് മനസ്സിലാക്കിയേ പറ്റുള്ളൂ. അല്ലാതെ മെത്രാന്മാർക്ക് ഈ ചിന്തയൊന്നും കാണത്തില്ല. കാരണം ഇവര് പ്രായമുള്ളവരാ, നമുക്കറിയാം. മിനിമം 52 വയസ്സുള്ളവരാ നമ്മുടെ എല്ലാ മെത്രാന്മാരും. അപ്പോൾ അവർക്ക് ഈ ചെറുപ്പക്കാരുടെയും യുവാക്കളുടെയും ഒന്നും കാര്യങ്ങളൊന്നും അവർക്ക് അറിയുകയും വേണ്ട, അറിഞ്ഞിട്ടും ഉണ്ടാവില്ല. അതെല്ലാം വിവിധ വകുപ്പുകൾക്ക് കൊടുത്തിരിക്കുകയാണല്ലോ, അല്ലേ? യുവാക്കളുടെ കമ്മീഷൻ, യുവാക്കളുടെ സംഘടന, കുട്ടികളുടെ സംഘടന, മിഷൻ ലീഗ്, KCSL, സൺഡേ സ്കൂൾ. അതിനപ്പുറത്തേക്ക് ഇവർക്ക് നേരിട്ട് ഇതൊന്നും അറിയത്തില്ല. ഇപ്പം മന്ത്രിമാരുടെ കാര്യം പറഞ്ഞ പോലെ ഇതെല്ലാം സൂപ്പർ 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 എന്ന് കാണിച്ച് പോകുന്ന ഒരു ടെൻഡൻസിയാണ് ഈ ഓരോ കമ്മീഷൻ്റെയും സെക്രട്ടറിമാർക്കും സംഘടനകളുടെ തലവന്മാർക്കും ഒക്കെ ഉള്ളത്. അതുകൊണ്ട് ഈ ഒരു അപകടം മെത്രാന്മാർക്ക് മനസ്സിലാക്കി കൊടുത്തേ പറ്റുള്ളൂ. പിന്നെ പകുതി മെത്രാന്മാർക്ക് ഇതൊന്നും കുഴപ്പമില്ലെന്ന് ചിന്തിക്കുന്ന ഒരു രീതിയുണ്ട്. അപ്പം ഇതെല്ലാം മനസ്സിൽ വെച്ചുകൊണ്ടുള്ള ഒരു രീതിയിൽ വേണം സിനഡ് മുന്നോട്ട് പോകാൻ. അല്ലാതെ ഈ എറണാകുളത്തെ ശാന്തിയും വെച്ചുകൊണ്ടിരുന്നു കഴിഞ്ഞാൽ സഭ മുഴുവൻ പ്രശ്നമാവും. നിങ്ങൾ എറണാകുളംകാർ ഒത്തിരി പേരുണ്ടാവും, പക്ഷേ എറണാകുളത്തും ശാന്തി ഉണ്ടായിട്ടില്ലെന്ന് നിങ്ങൾക്ക് നല്ലപോലെ അറിയാം. അത് ബോധ്യപ്പെടുത്തണമെങ്കിൽ ഈ ഞങ്ങളിപ്പോഴും സ്റ്റക്കാകുന്നത് മറ്റു രൂപതക്കാരെന്തിന് ഇടപെടുന്നു എന്നുള്ളൊരു പ്രശ്നം കിടക്കുന്നതുകൊണ്ടാണ്. ഞങ്ങൾ സോഷ്യൽ മീഡിയയിൽ കൂടെയൊക്കെ ഞങ്ങൾ പലരും ആക്റ്റീവായിട്ട് നിൽക്കുന്നുണ്ട്. ഞങ്ങൾക്ക് നേരിട്ട് അവിടെ വന്ന് ഇടപെടുന്നതിന് തടസ്സങ്ങളുണ്ട്. അത് കൂടുതൽ വഷളാകാൻ സാധ്യതയുണ്ട്. അപ്പം വീണ്ടും മെത്രാന്മാരെ സന്ദർശിക്കേണ്ടി വന്നാൽ അങ്ങനെയുള്ള കാര്യങ്ങളിലേക്ക് നമ്മൾ ഇറങ്ങേണ്ടി വരുമെന്നാണ് എനിക്ക് തോന്നുന്നത്.